119 സങ്കീർത്തനത്തിൽ സങ്കീർത്തനം ഇപ്രകാരം പറയുകയാണ്: കർത്താവെ, അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ വചനം എനിക്ക് പ്രത്യാശ പകരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ വചനം അത് സജീവമാണ്, ഊർജ്ജസ്വലമാണ്, നമുക്ക് ജീവൻ പകരുന്നതാണ്. ഇന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് വേണ്ടി പങ്കുവെച്ച് തരുന്നത് പ്രശസ്ത വാഗ്മിയും ക്രിസ്തീയ എഴുത്തുകാരനുമായ ടി ദേവപ്രസാദ് സാറാണ്. സാറ് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. സൺഡേ ഷാലോമിൻ്റെ പ്രവർത്തനങ്ങളിൽ ആദ്യ നാളുകളിൽ ഒത്തിരിയേറെ നമ്മളെ സഹായിച്ച വ്യക്തിയാണ്. പ്രത്യേകിച്ചും സൺഡേ ഷാലോമിൻ്റെ കോൺട്രിബ്യൂട്ടർ എഡിറ്ററായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ദീപികയുടെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഡിവൈൻ വോയിസിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. കർത്താവ് നാം ആരും കരുതുന്നതിലും ചിന്തിക്കുന്നതിലും വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാത്രിയാണ്. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ തമ്പുരാനെ 3 പ്രാവശ്യം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നമ്മുടെ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാ സഹോദരങ്ങളെയും അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും തമ്പുരാനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുമായി കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കാൻ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ സജീവമായി ഓർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിലൂടെ കർത്താവ് സംസാരിക്കാനും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രസരിക്കാനും ഈ നിമിഷങ്ങളെ കർത്താവ് ഒരുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് സ്വപ്നങ്ങളുമായിട്ടാണോ ഈ കൂട്ടായ്മയിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്, ലോകം ഉറങ്ങുന്ന അല്ലെങ്കിൽ വിശ്രമിക്കുന്ന ഈ മണിക്കൂറിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ മനസ്സിലെ സ്വപ്നങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ വിളിച്ചു ചേർത്തവൻ, ഇന്ന് കർത്താവിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ എന്നെ വിളിച്ചവൻ്റെ നാമത്തിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് വീണ്ടും സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാനും നമ്മുടെ കർത്താവിന് നന്ദി പറയാനും ഈ അവസരത്തെ നമുക്ക് ഓർക്കാം. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഏതെങ്കിലും ഒരു അനുഗ്രഹം ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നിശ്ചയമായും അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. കർത്താവ് നിങ്ങളെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നമുക്ക്. ഈശോയെ, ഈ സ്വർഗീയ ശുശ്രൂഷയെ അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറ്റിയതിന്, ഞങ്ങളുടെ നാടിനെ അനുഗ്രഹമാക്കി മാറ്റിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. നമുക്ക് ഒരിക്കൽ കൂടി തമ്പുരാനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോ ആരാധന, ഈശോ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനകൂടാരത്തിൽ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന നാം മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ടെലിവിഷൻ ചാനലിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത്തരമൊരു അനുഭവം എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. 2011 മെയ് മാസത്തിലെ ശുശ്രൂഷ തന്നെയാണത്. 2011 ഏപ്രിൽ മാസം 24-ാം തീയതി എൻ്റെ ഭാര്യയ്ക്ക് ഹൃദ്രോഗം ബാധിച്ച് തിരുവനന്തപുരത്ത് ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്തു. കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഹൃദയത്തിന് പമ്പിങ് ശേഷി കുറയുന്ന ഒരസുഖമാണ് എൻ്റെ ഭാര്യയെ പിടിപെട്ടത്. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, എക്കോ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് പറഞ്ഞു 17% പമ്പിങ് പവർ ഉള്ളത്.
ഇത്രയൊക്കെ നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ മരണം ഒഴിവാകും, അല്ലെങ്കിൽ അപകടമാണ്. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് അധികം ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. പിന്നെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയുക, മരുന്നിനോട് രോഗി റെസ്പോണ്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിനുള്ള പരിഹാരമായിട്ടുള്ളത്. ഡോക്ടർമാർ ചികിത്സ ആരംഭിച്ചു. പ്രാർത്ഥിക്കാൻ നമുക്കറിയുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വിളിച്ചു പറഞ്ഞു. ആ മെയ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചത്തെ ജാഗരണ പ്രാർത്ഥനയിൽ എല്ലാ മാസത്തെയും പോലെ അല്ലാതെ തീക്ഷ്ണമായി പങ്കെടുക്കാൻ കർത്താവിനെ അനുഗ്രഹിച്ചു. ഞാൻ നട്ടലിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് മുട്ടി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള, ഡോക്ടർമാരുടെ വിലക്കുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അന്ന് ഈ മുട്ടിൻ്റെ വേദന, മുട്ടിൽ നിൽക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഞാൻ മറന്നുപോയി എന്നാണ് എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞത്. ഏതാണ്ട് ശാലോം ശുശ്രൂഷയുടെ മണിക്കൂറുകൾ, 1-2 മണിക്കൂർ, എത്ര മണിക്കൂർ എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഞാൻ മുട്ടിൽ നിന്ന് തന്നെ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ആ പങ്കെടുത്തതിന് ശേഷം ഉണ്ടായ അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. 17% എൻ്റെ ഭാര്യയുടെ ഹാർട്ടിൻ്റെ ആ പമ്പിങ് ശേഷി 30% 2 ആഴ്ച കൊണ്ട് കർത്താവ് മാറ്റി തന്നു. ഹല്ലേലൂയ! ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീടും ദൈവം അത് മെച്ചപ്പെടുത്തി. ഇപ്പോൾ 50%-ലധികമായി ആ പമ്പിങ് ശേഷി കർത്താവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യേശു എന്നുള്ള നാമം ഉച്ചരിക്കുന്നത് തന്നെ നമുക്ക് ശക്തിയാണ്, നമുക്ക് അഭിഷേകമാണ്. അതോർത്ത് നമുക്ക് പറയാം, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള നിരവധിയായ അനുഭവങ്ങൾ, പലതരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് എന്നെനിക്കറിയാം. ആ അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് ഈ മണിക്കൂറിൽ നമുക്കൊരിക്കൽ കൂടി തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. ഇവിടെ ആണ് നമ്മുടെ ചിന്ത ആദ്യമായി ഈ ഒരു തിരുവചനത്തിലേക്ക് ശ്രദ്ധിക്കാൻ, തിരിച്ചുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ മിശിഹായിൽ പ്രത്യാശ വച്ചിരിക്കുന്നത്? രോഗശാന്തിക്ക് വേണ്ടി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ നേരെയാകാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഭൗതികമായ എല്ലാ ലക്ഷ്യങ്ങൾക്കും വേണ്ടി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരണം യേശുവാണ് കർത്താവ്, അവിടുന്നാണ് രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നാം നമ്മോട് തന്നെ ആത്മശോധന ചെയ്യേണ്ട ഒരു ചോദ്യമാണിത്. ആത്മശോധനയോടെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണോ ഞാൻ യേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നത്? ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനെത്തുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ കരിസ്മാറ്റിക് നവീകരണ അനുഭവത്തിൻ്റെ തീക്ഷ്ണത മന്ദീഭവിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു കാരണം പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന ഈ അത്ഭുതങ്ങളിലൂടെ, ഈ അടയാളങ്ങളിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിന് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു തരണമേ എന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ പക്കലേക്ക് വന്ന വലിയ പുരുഷാരത്തെ കണ്ട് അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അപ്പമൊക്കെ ഭക്ഷിച്ച് എല്ലാവരും പോയി, കർത്താവും അവിടെ ഒന്ന് പോയി. പിറ്റേന്ന് അവർ കർത്താവിനെ അന്വേഷിച്ച് വരുമ്പോൾ കർത്താവ് അവരോട് പറയുന്നുണ്ട്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തനായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. കർത്താവ് അസ്വസ്ഥതയോടെ പറയുകയാണ്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചത് അടയാളമായിട്ടാണ്. അതിലൂടെ അവരുടെ വിശപ്പ് മാറി എന്നുള്ളത് ശരിയാണ്. കർത്താവിൻ്റെ ഓരോ അത്ഭുതത്തിൻ്റെയും, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരുന്ന ഓരോ അടയാളങ്ങളുടെയും പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. അത് ദൈവത്തിൻ്റെ കരുണയുടെ പ്രകടനമാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ അടയാളത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹായിലൂടെ ദൈവം നമുക്കത് പറഞ്ഞു തരുന്നു.
നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? മാനസാന്തരത്തിലേക്ക് നിന്നെ നയിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പ്രബോധനം നൽകുന്നതിന് മുമ്പ് ഈശോ പറയുന്നുണ്ട്, നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. ഈ രാത്രിയിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ തിരുമുഖം കാണാൻ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, കർത്താവിൻ്റെ സാന്ത്വനം അനുഭവിക്കാൻ വന്നിരിക്കുന്ന നമുക്ക് ഈ ഒരു കൃപ കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ ആ സാന്ത്വനം അനുഭവിക്കാൻ, നമ്മളിവിടെ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. എനിക്ക് യേശുവുമായി ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവണം. എൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച മാറ്റി തന്ന ആ കർത്താവിനെ, ആ യേശുവിനെ എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷകനായി സ്വീകരിക്കാൻ എനിക്ക് സാധിക്കണം. അവനോടൊത്ത് അവന് വേണ്ടി എൻ്റെ ജീവിതത്തെ പുതുക്കിപ്പണിയാൻ എനിക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ യേശു ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവമക്കളുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് നാം തിരിച്ചറിയണം. ഈ ജാഗരണ പ്രാർത്ഥനകളുടെ എല്ലാം ലക്ഷ്യം അതാണ്, നമ്മുടെ മാനസാന്തരം. നമ്മൾ ദൈവമക്കളായി മാറുന്ന, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മാറുന്ന ഒരനുഭവം, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരായി മാറുന്ന ഒരനുഭവം. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കാനാണ്. അതാണ് മാനസാന്തര അനുഭവത്തിൻ്റെ ഫലം ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുക. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അനുഭവങ്ങളാണ് സൗഖ്യവും വിടുതലുമെല്ലാം നമുക്കറിയാം. ഈശോ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ ഈശോ നമ്മളെ വിളിക്കുന്നു. നമ്മൾ ഇത്രയേറെയൊക്കെ അനുഭവങ്ങളുണ്ടായിട്ടും, ജീവിതത്തിൽ കർത്താവിൻ്റെ സ്പർശനമുണ്ടായിട്ടും നാം എന്തുമാത്രം കർത്താവിൻ്റെ വിളിയോട് പ്രത്യുത്തരിക്കുന്നുണ്ട് എന്ന് നാം ആലോചിക്കണം. ഹല്ലേലൂയ! ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന, ഈശോ ആരാധന. എൻ്റെ ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം എനിക്ക് തരണമേ. അടയാളങ്ങളിലൂടെ അതിലേക്ക് അവിടുന്ന് എന്നെ നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ താബോർ അനുഭവത്തിന് ഈ രാത്രിയിൽ അവിടുത്തോടത്തായിരുന്നു കൊണ്ട് അവിടുത്തെ സ്നേഹവും അവിടുത്തെ മഹത്വവും അവിടുത്തെ ശക്തിയും അനുഭവിക്കാൻ അവിടെ നമ്മൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നമ്മളെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം കൂട്ടിച്ചേർത്ത് തരുമെന്ന അവിടുത്തെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നാം ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരായി മാറുന്നത്. നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനമാകാം? എൻ്റെ ജീവിതത്തിൽ എന്താണ് മാനസാന്തരം ഉണ്ടാവേണ്ടത്? ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ആരാണ് എന്ന് ഞാൻ അറിയണം. ഞാൻ ആരാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ എന്നെ നിർവചിക്കുന്നുണ്ട്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നുണ്ട്. ഈ രാത്രിയിൽ ഈ വചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലൂടെ ദൈവം പറയുകയാണ്, നീ ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. വളരെ പ്രധാനപ്പെട്ട എന്നെക്കുറിച്ചുള്ള തിരുവചനമാണിത്. നീ ദൈവത്തിൻ്റെ കരവേലയാണ്. ഒന്ന്, നീ എന്ന് പറയുന്ന ഒരു വ്യക്തി, യു ആർ റെസ്പോൺസിബിൾ. നീ നിൻ്റെ പ്രവർത്തികൾക്കും നിൻ്റെ ഉപേക്ഷകൾക്കും നീ ഉത്തരവാദിയാണ്. നീ നടത്തുന്ന നന്മകൾ, നീ ചെയ്യുന്ന നന്മകൾക്കും നീ ചെയ്യുന്ന തിന്മകൾക്കും, നീ ചെയ്യാതെ പോകുന്ന നന്മകൾക്കും നീ ചെയ്യാതെ പോകുന്ന തിന്മകൾക്കുമെല്ലാം നിനക്ക് പ്രതിഫലമുണ്ട്. എനിക്ക് ഈ ബോധ്യമുണ്ടോ എന്നെക്കുറിച്ച്? ഞാനൊരു വ്യക്തിയാണ്. എനിക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നിയവാസം ജീവിക്കാനുള്ള ലൈസൻസ് അല്ല, പിന്നെയോ നന്മ തിരഞ്ഞെടുക്കാനുള്ള പരിസ്ഥിതിയാണ് എൻ്റെ സ്വാതന്ത്ര്യം. ഇന്ന് ലോകത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, സ്വാതന്ത്ര്യം, പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിലൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാം വലിയ അബദ്ധങ്ങൾ പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്
ഏത് പാപവും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ അവകാശമാണ് സ്വാതന്ത്ര്യമെന്ന തെറ്റിദ്ധാരണ പടർന്നിരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യേ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ശരിയായ ബോധ്യം പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ പത്രോസ്ലീഹ പറയുന്നുണ്ട്, അത് തിന്മയിലേക്കുള്ള ഒരു അനുവാദമായി നീ കണക്കാക്കരുത്, തിന്മയുടെ ഒരു ആവരണമായി നീ കണക്കാക്കരുത്. അപ്പോൾ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നന്മ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവഹിതം നിനക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? ദൈവഹിതം അറിയാൻ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? അപ്പോൾ ഒന്ന്, നീ ഒരു വ്യക്തിയാണ്. നിന്റെ പ്രവർത്തനങ്ങൾക്ക്, നിന്റെ ഉപേക്ഷകൾക്ക് നീ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. 2, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് എന്താ? ദൈവം നിന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. ദൈവമാണ് നിനക്ക് സ്വാതന്ത്ര്യം തന്നത്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നീ ദൈവത്തിൻ്റെ ഹിതം തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കുമ്പോഴാണ് ദൈവം അതിൽ സംതൃപ്തനാകുന്നത്. അപ്പോൾ ഒന്നാമത്തെ സംഭവം അതാണ്. നമുക്കറിയാം, ദൈവം നമ്മളെ ഒരു വ്യക്തിയായി കണക്കാക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വാതിലിലൂടെയാണ് കടന്നു വരുന്നത്. ദൈവം ഒരിക്കലും സാത്താൻ കടന്നു വരുന്നത് പോലെ വാതിലിലൂടെ അല്ലാതെ കടന്നു വരികയില്ല എന്ന് നമ്മൾ അറിയണം. ഈശോ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്കതിന് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇനി രണ്ടാമത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുവചനം എന്താണ്? രണ്ടാമത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ തിരുവചനത്തിൻ്റെ 2-ാമത്തെ ഭാഗം, നീ ദൈവത്തിൻ്റെ കരവേലയാണ് എന്നുള്ളതാണ്. നീ ദൈവത്തിൻ്റെ കരവേലയാണ് എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകമായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നീ അനന്യനാണ്, നീ അമൂല്യനാണ്. കാരണം നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. നമുക്കറിയാം, ഏതു സാധനത്തിൻ്റെയും വില അതിൻ്റെ ശില്പിയുടെ മഹത്വം അനുസരിച്ച് വർദ്ധിക്കുന്നുണ്ട്. അപ്പം പരിപൂർണനായ ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം എങ്ങനെ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു? ദൈവം നിന്നെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപാടാണ് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ദൈവം നമുക്ക് തരുന്നത്. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചു. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ദൈവത്തിൻ്റെ ഛായ? ദൈവത്തിൻ്റെ ഛായയെക്കുറിച്ച് നമുക്ക് ഒത്തിരി ധാരണകളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരണ, ഉണ്ടാകേണ്ട ഒരു ബോധ്യം, ദൈവം നിത്യനാണ് എന്നുള്ളതാണ്. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ നിത്യത ഉള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭൗതിക സൃഷ്ടികൾ, ഒരുപക്ഷെ ആലാഹമാരെ നമുക്ക് മാറ്റി നിർത്താം, ദൈവത്തിൻ്റെ ഈ ലോകത്തെ സൃഷ്ടികളിൽ നിത്യത അവകാശപ്പെടാൻ സാധിക്കുന്നത് മനുഷ്യനാണ്. നാം നമ്മുടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ഈ രാത്രിയിൽ തമ്പുരാൻ്റെ മുമ്പിൽ ആത്മശോധന ചെയ്യണം. എൻ്റെ ഏത് പ്രവൃത്തിയും എൻ്റെ നിത്യതയ്ക്ക് ഒരു ഘടകമായി മാറും എന്നൊരു ബോധ്യത്തോടെയാണോ ഞാൻ ജീവിക്കുന്നത്? അതാണ് മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കേണ്ട ഒരു ചോദ്യം. വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. സ്പെയിനിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. ക്യൂബയിലെ ആർച്ച് ബിഷപ്പായിരുന്നു. നിത്യതയെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹത്തിന് പാരവശ്യമുണ്ടാവുകയും അദ്ദേഹം മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. നിത്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത ഒരു കാലഘട്ടമാണ്. 50 വർഷമെന്നോ 100 വർഷമെന്നോ 1000 വർഷമെന്നോ പറയുന്നത് പോലെയല്ല നിത്യത. നിത്യത നമുക്ക് സങ്കല്പിക്കാനാവാത്ത ഒരു അവസ്ഥയാണ്. നിത്യതയിൽ ഞാൻ സന്തോഷിക്കണോ, നിത്യതയിൽ ഞാൻ ദുഃഖിക്കണോ എന്നതാണ് നാം തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും വലിയ ഒരു തീരുമാനം. ദൈവം നമ്മളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? തനിക്ക് തന്നവരെല്ലാം, താൻ സൃഷ്ടിച്ചവരെല്ലാം രക്ഷിക്കപ്പെടണമെന്നാണ്. നല്ലൊരു അപ്പച്ചനെ പോലെ നാം എല്ലാവരും ദൈവത്തോടൊത്ത് നിത്യമായി സന്തോഷിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാൽ നമുക്ക് നിത്യതയിൽ എത്തിച്ചേരാം. അല്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. നിത്യമായ നാശത്തിലേക്ക്, നിത്യമായ വേദനയിലേക്ക് നമ്മൾ നയിക്കപ്പെടും. നരകവും സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും സങ്കല്പങ്ങളാണെന്ന് പറഞ്ഞ് പാപകരമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്
നരകത്തെക്കുറിച്ചൊക്കെ മാതാവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ദർശകർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അത് നിത്യജീവന് അത്യാവശ്യമാണെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. എങ്കിലും നരകത്തിൻ്റെ ദർശനങ്ങൾ അമ്മ പലയിടത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫാത്തിമായിലെ ആ ദർശനങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് ഇപ്പോൾ അടക്കുന്നില്ല. അപ്പം നിത്യതയെക്കുറിച്ച്, നിത്യമായ സന്തോഷത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നമുക്ക് ഈ ലോകത്തിലെ സന്തോഷം പോരാ, നമുക്ക് നിത്യമായി സന്തോഷിക്കണം. ഏതപ്പനെയും പോലെ മക്കളോടൊത്ത് സന്തോഷിക്കുന്നതിൻ്റെ ആ സന്തോഷം ആഗ്രഹിക്കാൻ, അനുഭവിക്കാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ഒരു വികാരിയച്ഛൻ ജർമ്മനിയിൽ പഠിക്കാൻ പോയ കാലത്തെ ഒരനുഭവം പറയും. ജർമ്മനിയിൽ ചെന്നാൽ അച്ഛൻ എന്തു വാങ്ങിക്കുമ്പോഴും ഓർക്കുന്നത് 3 വർഷം കഴിഞ്ഞ് ഇന്ത്യക്ക് പോകാനുള്ളതാണ്. ഇതെല്ലാം ചുമന്ന് കെട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ അത്യാവശ്യമുള്ളത് മേടിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞത്, ഉപകാരം ആവശ്യം നടക്കാൻ വേണ്ടി മാത്രമുള്ളത് മേടിക്കുക. ഈ ലോകത്തിലെ വസ്തുക്കളോട് നമുക്കുണ്ടാകേണ്ട ഒരു സമീപനം അതാണ്. ഒന്നും വേണ്ടെന്നല്ല, പക്ഷേ നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമാകുന്ന ഒന്ന് നമുക്കുണ്ടായിക്കൂടാ. ഇത്തരത്തിലുള്ള ഒരു സമീപനം ഈ ലോകത്തോട്, ഈ ലോകത്തിലെ വസ്തുക്കളോട് എനിക്കുണ്ടോ എന്ന് ഇന്ന് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ആദ്യം പാടി പ്രാർത്ഥിച്ചില്ലേ, ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരത്ഭുതം ഈ രാത്രിയിൽ കർത്താവ് പ്രവർത്തിക്കും. ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധം ശരിപ്പെടുമ്പോൾ, കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എൻ്റെ ജീവിതം മാറുമ്പോൾ, കർത്താവ് എൻ്റെ ജീവിതത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടും. അതാണ് ഈശോ പറഞ്ഞത്, ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ സമറിയാക്കാരി സ്ത്രീയുടെ കഥ. അവളെ കർത്താവ് കാത്തിരുന്നു. അവളുടെ ജീവിതത്തിൻ്റെ കഥകൾ അവൾ കർത്താവിൻ്റെ മുമ്പിൽ വിവരിച്ചപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു കൊടുക്കുന്നത് ഭർത്താവുമായി അനുരഞ്ജനപ്പെടാനല്ല, പിന്നെയോ ദൈവവുമായുള്ള ഒരു അനുരഞ്ജനത്തെക്കുറിച്ചാണ്. ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ തകർച്ചകൾ മാറും. എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ മുള്ളും മുൾച്ചെടികളും ഉണ്ടായത്? നിന്റെ ജീവിതത്തിൽ മുള്ളും മുൾച്ചെടികളും ഉണ്ടാകാനുള്ള കാരണം ദൈവവുമായുള്ള നിന്റെ ബന്ധത്തിലുണ്ടായ തകരാറാണ്. പർദീസായിൽ ആരംഭിച്ചതാണ് ഈ കഥ. മുള്ളും മുൾച്ചെടികളും ഉണ്ടായത് മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധം തകരാറിലാക്കിയപ്പോഴാണ്. അവൾ ആ ബന്ധം മാറ്റിയപ്പോൾ, ഗുരു എന്ന് വിളിച്ചു തുടങ്ങിയവൾ കർത്താവേ, ദൈവമേ, ദൈവപുത്ര എന്ന് വിളിച്ച് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ അവളുടെ ജീവിതത്തിൽ പൊളിച്ചെഴുത്ത് ആരംഭിച്ചു. അവളുടെ ജീവിതം മാനസാന്തരത്തിൻ്റെ അനുഭവമായി. അവളുടെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കാനുള്ള ഒരു പരിസ്ഥിതി, സാഹചര്യം നാം ഉണ്ടാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുമായാണോ കർത്താവിൻ്റെ തിരുസന്നിധിയിലിരിക്കുക, കർത്താവിന് പ്രവർത്തിക്കാനാവുന്ന ഒരു പരിസ്ഥിതി നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ നമ്മുടെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒന്നാമത് കർത്താവ് പറയുന്ന ഇതാണ്, കർത്താവിൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ നിത്യമായ ഒരു ജീവിതം തന്ന് കർത്താവ് സൃഷ്ടിച്ചു എന്നാണ്. രണ്ടാമത്, ദൈവത്തെക്കുറിച്ച് നമുക്കറിയുന്ന ഏറ്റവും സുപ്രസിദ്ധമായ ഒരു നിർവചനം, ദൈവം സ്നേഹമാണ്. സ്വന്തം ഛായയിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഓരോ കുഞ്ഞു സ്നേഹ കഷ്ണങ്ങളാകാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തിനെക്കുറിച്ചും ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട് സ്നേഹമുള്ളവരായി മാറുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 6 പതിറ്റാണ്ട് കാലത്തെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഇന്ന് തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ആത്മശോധന ചെയ്യുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള ഒരു ബോധ്യം ഞാൻ പങ്കുവയ്ക്കട്ടെ. എനിക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല, സ്നേഹം അനുഭവിക്കാനും അറിയത്തില്ല, സ്നേഹം പ്രകടിപ്പിക്കാനും അറിയത്തില്ല. പലരുടെയും അവസ്ഥ ഇതാണ്. സ്നേഹം അനുഭവിക്കാൻ അറിയത്തില്ല, സ്നേഹിക്കാൻ അറിയത്തില്ല, സ്നേഹം അനുഭവിക്കാൻ അറിയത്തില്ല, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. എത്ര പേർക്ക് ഹൃദയത്തിൽ കൈവച്ച് പറയാം എനിക്കത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന്? നമ്മൾ പാടും, പ്രാർത്ഥിക്കും, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാന്നൊക്കെ പറയും. പക്ഷേ ഡു ഐ എക്സ്പീരിയൻസ് ഇറ്റ്? ഞാനിത് അനുഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കാത്ത എത്രയോ പേര് നമ്മുടെ ഇടയിലുണ്ട്. കാരണം എന്താ? എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല.
ഒരു അച്ഛൻ പങ്കുവച്ച ഒരു കഥയാണ്. 10-30 വർഷം ഒന്നിച്ച് താമസിച്ച ഒരു ഭാര്യയും ഭർത്താവും. അതിൽ ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ച് ഒരാഴ്ച മക്കളെല്ലാം പള്ളിയിൽ വന്നു, ഭർത്താവും പള്ളിയിൽ വന്നു. ഒരാഴ്ച കഴിഞ്ഞ് മക്കളാരുമില്ല, ഭർത്താവ് മാത്രം കല്ലറയിൽ വന്നു, പ്രാർത്ഥിച്ചു. അദ്ദേഹം കുറേ നേരം കഴിഞ്ഞിട്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാതിരുന്നപ്പോൾ അച്ഛൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അച്ഛൻ അദ്ദേഹത്തെ വിളിച്ച്, വയസ്സ് ചെന്ന ഒരാളല്ലെന്ന് ഓർത്ത് അച്ഛൻ ചെന്നപ്പോൾ ഈ മനുഷ്യൻ കല്ലറയുടെ അടുത്തിരുന്ന് കരയുകയാണ്. അദ്ദേഹം ചേട്ടനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, എന്താ ചേട്ടാ ഇത്രയും വിഷമിക്കുന്നത്? ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, അവൾ എന്നെ ഇത്രയും സ്നേഹിച്ചെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പലപ്പോഴും നമുക്ക് സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണോ സ്നേഹം മനസ്സിലാകുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കണം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, കടന്നുപോയി കഴിയുമ്പോൾ എനിക്ക് കുറെ കൂടി സ്നേഹിക്കാമായിരുന്നു എന്ന് കരുതുന്നവരല്ലേ മിക്കവാറും മക്കൾ. അവര് സ്നേഹത്തിനു വേണ്ടി പ്രകടിപ്പിച്ച അടയാളങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ വന്നിട്ടില്ലേ? ഒരു മകൻ പങ്കുവച്ചതാണ്. അപ്പൻ ഭയങ്കര ചുണ്ടിക്കാരനും വഴക്കാളിയുമൊക്കെയാണ്. ഒരു ദിവസം മകനോട് പറഞ്ഞു, വാർദ്ധക്യത്തിലെത്തിയപ്പോൾ, നീ അവിടെ ഒന്ന് ഇരുന്നു അവൻ്റെ മടിയിൽ തലവെച്ച് കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ, എനിക്ക് അങ്ങനെ ഒന്ന് കിടക്കാൻ തോന്നുന്നു. അപ്പൻ ഒരിക്കലും ഇല്ലാത്തൊരു ഭാവപകർച്ച. അനിയന്മാരൊക്കെ കൂടെ പറഞ്ഞു, നമ്മുടെ അപ്പൻ എന്തോ സംഭവിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് വേണ്ടി ഈ അപ്പൻ്റെ ഉള്ളിലുള്ള ദാഹം ഒരുപക്ഷെ പ്രകടിപ്പിക്കാൻ അറിയത്തില്ലായിരിക്കും, പക്ഷെ അത് ഉണ്ടായിരുന്നുവെന്ന് മക്കൾ മനസ്സിലാക്കിയതൊക്കെ ഈ അപ്പൻ്റെ കാലത്തിന് ശേഷമാണ്. നമ്മൾ ചുറ്റും ഒന്ന് നോക്കണം. അപ്പൻ എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്ന ഒരു എന്തിനും വഴക്ക് പറയുന്ന ഒരു കഥാപാത്രം. ഒരിക്കൽ വാട്സാപ്പിൽ വന്ന ഒരു കഥ. മകൻ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞാൻ രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ട് വരുള്ളൂ. അപ്പൻ ചോദിച്ചു, ആരാടി വിളിച്ചത്? അമ്മ പറഞ്ഞു, മകനാ. എന്ത് പറ്റി? അവൻ രാത്രി ലേറ്റായിട്ട് വരുള്ളൂ. അപ്പൻ ഭയങ്കരമായിട്ട് അരിശപ്പെട്ടിട്ട് പറഞ്ഞു, ആ, നീ എല്ലാത്തിനും കൂട്ടു നിന്നോ? അപ്പൊ അപ്പൻ വഴക്കും, അതുകൊണ്ടാ മകൻ നിങ്ങളോട് പറയാത്തത് എന്ന് അമ്മ പറഞ്ഞു. അത് രാത്രിയായി, പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവർ കിടന്നു. മകൻ വന്നപ്പോൾ പതിവിലും ലേറ്റായിപ്പോയി. അതുകൊണ്ട് ആരെയും ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി മോൻ തിണ്ണയിൽ വരാന്തയിൽ സെറ്റിയിൽ കിടക്കുകയാണ്. പെട്ടെന്ന് ലൈറ്റൊന്നും ഇടാതെ ഒരാൾ അടുത്ത് വന്നിട്ട് മോനെ തൊട്ടു. അമ്മ മോനോട് ചോദിച്ചു, നീ വല്ലതും കഴിച്ചോ? അവൻ പറഞ്ഞു, കഴിച്ചു. എന്നാലും അമ്മ അത്താഴം വെച്ചിട്ടുണ്ട്. മോനെ അത്താഴം എടുത്ത് ശബ്ദമുണ്ടാക്കാതെ അമ്മയും മോനും കൂടെ പോയി അത്താഴം കഴിച്ച് മോനെ മുറിയിൽ കിടത്തിയച്ച് അമ്മ അപ്പൻ്റെ കട്ടിലിലേക്ക് കിടക്കാൻ ചെന്നപ്പോൾ അപ്പൻ ചോദിച്ചു, നീ അവന് വല്ലതും കൊടുത്തിട്ടാണോ ഈ കിടക്കുന്നത്? ഇതാണ് അപ്പൻ്റെ സ്നേഹം. എപ്പോഴും വഴക്കും കുറ്റം പറച്ചിലും വിമർശനവും ഒക്കെയുള്ള അപ്പൻ്റെ ഉള്ളിലും ഒരു സ്നേഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമുക്ക് ഏറ്റു പറയാം, എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പരിഹാരമുണ്ട്. എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞാലാണ് നമ്മളെ സഹായിക്കാൻ ദൈവത്തിന് സാധിക്കാതെ വരിക. ദൈവമേ, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ദൈവമേ, എന്നെ സ്നേഹം അനുഭവിക്കാൻ പഠിപ്പിക്കണേ. ദൈവമേ, എന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മകള് ഒരു പ്രശസ്ത സാഹിത്യകാരൻ്റെ, എനിക്ക് പരിചയമുള്ള ഒരു സാഹിത്യകാരൻ്റെ മകളാണ്. അന്യമതത്തിൽപ്പെട്ട ഒരു യുവാവിൻ്റെ കൂടെ ആ പെൺകുട്ടി രജിസ്റ്റർ വിവാഹം കഴിച്ചു. രജിസ്റ്റർ വിവാഹം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഈ പെൺകുട്ടിയോട്, നീ എന്താ മോളെ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറയാണ്, അപ്പ എന്നെ സ്നേഹിച്ചിട്ടില്ല. എന്നാൽ ഈ സാഹിത്യകാരനെ പരിചയമുള്ളവർക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ മക്കളോട് ഭയങ്കര സ്നേഹമാണ്, അതിരുവിട്ട സ്നേഹമാണ് എന്നാണ് ധാരണ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞിന് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പന് ആ കുഞ്ഞോട് എങ്ങനെയാ സ്നേഹമുണ്ട്, എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടെന്നറിയില്ല. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം നിങ്ങളിൽ വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ ഒരു പ്രാർത്ഥന മാത്രമാണ് ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾ ഉയർത്തുന്നെങ്കിൽ, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ എന്നായിരിക്കട്ടെ. അത് സ്നേഹം പ്രകടിപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നായിരിക്കട്ടെ. സ്നേഹം പ്രകടിപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നായിരിക്കട്ടെ. അത് ഒരു ഭർത്താവും ഭാര്യയും കൂടി സങ്കടം പങ്കുവെക്കാൻ വന്നതാണ്. ഭാര്യ പറയുന്നു, ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. ഭർത്താവ് കുപിതനായി ചോദിച്ചു, ഞാൻ എന്താടി ചെയ്യാത്തത്? നിനക്ക് സാരി മേടിച്ചു തന്നിട്ടില്ലേ? നിനക്ക് ഭക്ഷണം തരുന്നില്ലേ? നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നില്ലേ? ഇവള് പറഞ്ഞ എല്ലാം ഉണ്ട്, പക്ഷേ സ്റ്റിൽ എനിക്ക് എന്നെ സ്നേഹിക്കുന്നില്ല. ഇതൊരു അനുഭവമാണ്. അനുഭവം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പരിമിതികളുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് വന്നാലേ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് വന്നാലേ നമുക്ക് ആ അനുഭവം
പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ പറയുന്നതിലും കാര്യമുണ്ട്, ഭാര്യ പറയുന്നതിലും കാര്യമുണ്ട്, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അമ്മ പറയും കല്യാണം കഴിച്ചതിന് ശേഷം അവൻ എന്നോട് സ്നേഹം കുറഞ്ഞു. ഭാര്യ പറയും നിങ്ങൾക്ക് എപ്പോഴും അമ്മേനെയാണ് സ്നേഹം. ഭർത്താവ് പറയും അവക്ക് കൊച്ചുണ്ടായതിനു ശേഷം എന്നോട് സ്നേഹമില്ല. എല്ലാവർക്കും സ്നേഹത്തിനുള്ള ദാഹമുണ്ട്. ആ ദേഹം ദൈവത്തിൻ്റെ ശക്തിയിലുള്ളൊരു ദൈവത്തിൻ്റെ സാദൃശ്യമായതുകൊണ്ട് ആ കഴിവ് ഇൻഫിനിറ്റ് ആണ്, അനന്തമാണ് ആ കഴിവ്. എന്തോരം സ്നേഹിച്ചാലും ഒരു മടുത്തു പോകുന്നില്ല. ഈ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും തിന്മകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ. ചിലർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ധാരണയുണ്ട്. ഒരു പെൺകുട്ടി പങ്കുവച്ചതാ, എന്നെ കാണാനൊന്നും കൊള്ളത്തില്ല, അതുകൊണ്ട് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഞാൻ ചിലതൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. സോ സിമ്പിൾ. സ്നേഹം കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ഈ രാത്രിയിൽ നിറയാൻ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് നിറയാൻ നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ. ഇപ്പോൾ കർത്താവിൻ്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുകിയിട്ടെ. നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ, ഈ മാനസാന്തര അനുഭവം ഞങ്ങൾക്ക് കിട്ടാൻ, സിസ്റ്റേഴ്സിനെ സ്നേഹിക്കാൻ, സമൂഹത്തിലെ അംഗങ്ങളെ സ്നേഹിക്കാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. നമുക്ക് ആഗ്രഹത്തോടെ സ്തുതിക്കാം. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നീ ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. രണ്ടാമത്തെ നീ കരവേല എന്ന് പറയുമ്പോൾ എന്താ? നീ അമൂല്യനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിലപ്പെട്ടവനാണ്. പലർക്കും പലരെക്കുറിച്ചുള്ള ഒരു ധാരണ എന്താ? എനിക്ക് എന്നെക്കുറിച്ചുള്ള ധാരണ എന്താ? ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ സങ്കടം എന്താ? എനിക്ക് എന്തോരമുണ്ടെങ്കിലും എൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച് ഞാൻ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഇത്തിരി കൂടി നിറമുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഇത്തിരി കൂടി മുടിയുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ അല്ലാതെ എനിക്കുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കറുത്തവനായി ജനിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മന്ദബുദ്ധിയോ പഠന വൈകല്യമുള്ളവനായി ജനിച്ചെങ്കിൽ, ഇതൊന്നും എൻ്റെ ദൈവത്തിന് പറ്റിയ ഒരു കൈക്കുറ്റപ്പാടല്ല. ദൈവം മുൻകൂടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി ഞാൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. ആ സൽപ്രവൃത്തികൾക്ക് വേണ്ട എല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഈ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞില്ലേ, എന്നെ ശക്തിപ്പെടുത്തുന്ന മിശിഹായിൽ എനിക്കെല്ലാം സാധ്യമായി മാറും. നിങ്ങളുടെ ഡിഫോമിറ്റീസ്, നിങ്ങളുടെ വൈകല്യങ്ങൾ എന്ന് ലോകം വിളിക്കുന്ന ആ കുറവുകൾ ദൈവത്തിന് നിറവുകളാക്കി മാറ്റാൻ സാധിക്കും. ബുദ്ധിമാന്യം, മെനിഞ്ചൈറ്റിസ് പോലെയുള്ള ഭീകര രോഗങ്ങൾ വന്നവർ ലോകത്തിന് മുമ്പിൽ വലിയ അടയാളങ്ങളായി മാറിയിട്ടുണ്ട്. ഒരു സംഭവം ഡിവൈനിലെ പനിക്കലച്ചൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഒരു കുഞ്ഞിന് മെനിഞ്ചൈറ്റിസ് ബാധിച്ച ഒരു കുഞ്ഞുമായി അച്ഛൻ്റെ അടുത്ത് ഒരു സ്ത്രീ പ്രാർത്ഥിക്കാൻ ചെന്നു. അക്കാലത്ത് ഡിവൈനിൽ 10,000 പേരൊക്കെ ധ്യാനിക്കാൻ വരുന്ന കാലമാണ്. അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ഈ അമ്മ നിന്നു. പ്രാർത്ഥിപ്പിക്കാൻ ഈ അമ്മ നിന്നിട്ട് അവസാനം അച്ഛൻ പ്രാർത്ഥിച്ചു. ഏറ്റവും അവസാനമാണ് ഈ സ്ത്രീ എന്നത്. ഈ കുഞ്ഞിനെ വെട്ടിയിട്ട് തടി പോലെ എടുത്തോണ്ടി ചെന്നു. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുത്തും എന്ന് കർത്താവ് പറയുന്നു. സന്ദേശം ആ ചേട്ടത്തി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി, എന്ത് ചെയ്യണം? അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ, ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന സ്ത്രീയാണ്, അടുക്കളയിലെ ജോലിയെല്ലാം ഉണ്ട്, പുറത്തെ ജോലിയും കുറേയൊക്കെ ചെയ്യണം, എങ്കിലും വിശ്രമ സമയം കിട്ടുമ്പോൾ നിങ്ങൾ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് ഉറക്കെ വചനം വായിക്കണം, ദൈവവചനം വായിക്കണം. ഈ സ്ത്രീ ഒരു പാവം സ്ത്രീ ആയതുകൊണ്ട് അവരത് വിശ്വസിച്ചു. അവർ ഈ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് വചനം വായിച്ചു. ആ കുഞ്ഞിന് എത്ര മാസം എന്നറിയില്ല, 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ആ കുഞ്ഞ് നോക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, സജീവവും ഊർജ്ജസ്വലവുമാണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന് സാധിച്ചു. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ഓരോ ജീവിതങ്ങളെ കൊണ്ടും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഇപ്പം എന്തിനാണ് നീ ദൈവത്തിൻ്റെ കരവേലയായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്? ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. എന്താണ് ആ സൽപ്രവൃത്തി? ദൈവത്തിൻ്റെ വിളിയും നിയോഗം അനുസരിച്ചുള്ള നമ്മുടെ ജീവിതമാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കാം. ഒരു അധ്യാപകനായിട്ടായിരിക്കാം, വിദ്യാർത്ഥിയായിട്ടായിരിക്കാം, കർഷകനായിട്ടായിരിക്കാം, കന്യാസ്ത്രീയോ വൈദികനോ ഒക്കെ ആയിട്ടായിരിക്കാം. നമ്മളെ വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തി ആ ദൗത്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവരാജ്യ പ്രവർത്തനം. പലരും ഓർക്കണം, ദൈവരാജ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇതുപോലെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് മാത്രമാണ് ദൈവരാജ്യ പ്രവർത്തനം എന്ന്. ഇവിടെ ഇരുന്ന് ഞാനിപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നു, വചനം പങ്കുവെക്കാൻ കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. എത്ര പേരെ ഞാൻ പറയുന്ന വചനം സ്പർശിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷെ ഓർത്ത് നോക്കുക, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ മാതാപിതാക്കൾ കർത്താവിൻ്റെ സൃഷ്ടികർമ്മവുമായി പങ്കാളിത്തം വെച്ച്
ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ക്രൈസ്തവരായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദൈവരാജ്യ പ്രവർത്തനത്തിലെ ഒരു പങ്കാളിത്തമാണ് ദാമ്പത്യ ധർമാനുഷ്ഠാനം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ പലതും ഇത്രയൊക്കെ മതി, ഇതേ എനിക്ക് പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കളഞ്ഞിട്ടില്ലേ? തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു വലിയ പ്രശ്നമാണ്, വിഷയമാണ്. നമ്മുടെ സമൂഹത്തിന് ഇന്ന് അനുഭവിക്കുന്ന പല ദുരന്തങ്ങൾക്കും കാരണം കുഞ്ഞുങ്ങളോട് നമ്മൾ കാണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള അവഗണനയാണ്. ഗർഭചിത്രം പോലെ മാരകമായ പാപം എന്ന് പറയാൻ പറ്റില്ല ആയിരിക്കാം, പക്ഷേ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചതിലൂടെ ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചു. കേരളത്തിലെ പ്രശസ്തമായ ഒരു പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ, മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ കെ എം മാത്യു, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ പുസ്തകം എഴുതിയിട്ടുണ്ട്, 8ാമത്തെ മോതിരം എന്ന പുസ്തകം. അതിനകത്ത് മലയാള മനോരമയിൽ കെ എം മാത്യുവും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ കെ എം ചെറിയാനും തമ്മിൽ കുടുംബാസൂത്രണത്തെക്കുറിച്ച് നടന്ന ഒരു തർക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെ എം മാത്യു കുടുംബാസൂത്രണത്തിന് അനുകൂലമായിരുന്നു. കെ എം മാത്യു ഉണ്ണുണ്ണിച്ചായൻ എന്ന് വിളിക്കുന്ന കെ എം ചെറിയാൻ അതിനെതിരായിരുന്നു. അവർ തമ്മിൽ പരസ്യമായി വാഗ്വാദമുണ്ടായപ്പോൾ ചേട്ടൻ അനിയനെ ചേട്ടൻ്റെ മുറിയിലേക്ക് വിളിച്ചു. ചേട്ടൻ്റെ മുറിയിൽ കയറിയിട്ട് ചേട്ടൻ അനിയനോട് ചോദിച്ച ചോദ്യം ഇതാണ്: മാത്തുക്കുട്ടി, നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ അപ്പച്ചൻ ഉണ്ടാക്കിയ സമ്പത്തെല്ലാം നശിച്ച് നമ്മൾ വളരെ ദരിദ്രമായൊരു കാലം? മാത്തുക്കുട്ടി പറഞ്ഞുണ്ട്. അന്ന് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്? മാത്തുക്കുട്ടി പറഞ്ഞു, മദ്രാസിലെ ബേബിയുടെ റബ്ബർ കമ്പനി കൊണ്ടാണ്. മദ്രാസിലെ ബേബിയുടെ റബ്ബർ കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അറിയുന്ന MRF ഫാക്ടറിയാണ്, കമ്പനിയാണ്. എന്നിട്ട് കെ എം ചെറിയാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്: നമ്മുടെ അപ്പച്ചൻ ബേബി നമ്മുടെ വീട്ടിലെ എത്രാമത്തെ ആളാണ്? എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നമ്മുടെ അപ്പച്ചൻ 2ഓ 3ഓ മക്കളായപ്പോൾ ഇനി മക്കളെ വേണ്ടെന്ന് തീരുമാനിച്ചെങ്കിൽ ഈ പ്രതിസന്ധിയിൽ ദൈവം നമ്മുടെ കുടുംബത്തെ എങ്ങനെ സഹായിക്കുമായിരുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പക്ഷെ നമുക്ക് ഈ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയാൽ പരിഹാരമുണ്ട്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കരുണ കാണിക്കണേ, എനിക്ക് തെറ്റിപ്പോയി തമ്പുരാനെ. നമ്മുടെ എല്ലാ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ തമ്പുരാൻ നമ്മളോട് പൊറുക്കും. അതാണ് മാനസാന്തരം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഓരോ അടയാളങ്ങൾ തന്നുകൊണ്ട്, ഒരു രോഗശാന്തി തന്നുകൊണ്ട്, ഒരു സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറ്റം തന്നുകൊണ്ട്, വിവാഹ തടസ്സം നീക്കിക്കൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നത്: ഞാനാണ് കർത്താവ്, ഞാനാണ് ദൈവം, എൻ്റെ പക്കലേക്ക് വരിക, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം, നിങ്ങളെ ഞാൻ സാന്ത്വനിപ്പിക്കാം, നിങ്ങളെ ഞാൻ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കാം. ഈ ഒരു തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് നമ്മുടെ മാനസാന്തരം പൂർത്തിയാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവാണെന്ന്, ദൈവം കർത്താവാണെന്ന് വിശ്വസിക്കാൻ, ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ കുറവുകൾ, പലപ്പോഴും നമുക്കെന്താ, നമ്മൾ കുറവുകൾ ഞാൻ അലസനാണ്, അല്ലെങ്കിൽ ഞാൻ പരീക്ഷ ജയിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ സ്ത്രീയോട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ മതിയെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിനൊരു പരിഹാര മാർഗമുണ്ട്. ഇവിടെ നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ, നമുക്ക് വിശ്വസിക്കാനാവാത്ത ഒരു പരിഹാര മാർഗം തമ്പുരാൻ്റെ മുമ്പിലുണ്ട്. തമ്പുരാൻ ആ വഴി തുറക്കും. നമുക്കുണ്ടാവേണ്ടത് യേശുവാണ് കർത്താവ്. അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ പൗലോസ്ലീഹായിലൂടെ ദൈവം പറഞ്ഞത്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവാണ് കർത്താവ് എന്ന് വിശ്വസിക്കുക, നിന്നും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സാധിക്കുന്നുണ്ടോ നമുക്കിങ്ങനെ വിശ്വസിക്കാൻ? യേശുവാണ് കർത്താവെന്ന്, യേശുവിന് എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടെന്ന്, യേശു അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ലെന്ന്, യേശുവുമായി ഇത്തരത്തിലുള്ളൊരു വ്യക്തിബന്ധം, യേശുവുമായി ഇത്തരത്തിലുള്ള അടുപ്പം സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ എളുപ്പമായി ദൈവത്തിന് പ്രവർത്തിക്കാൻ നമുക്ക് ദൈവത്തോട് ചോദിക്കാം: ദൈവമേ, എന്നെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ സഹായം ചോദിക്കുമ്പോൾ വിളിച്ചാൽ അവിടുന്ന് വരും. ഈശോ എന്താ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്? ഇതാ, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിച്ച് അവനോടൊപ്പം വിരുന്നിനിരിക്കും. നീ ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ എന്തുമാകട്ടെ, ഈ ലോകത്ത് പല ദൗത്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ കൺമുമ്പിലാണ് വലിപ്പച്ചെറുപ്പങ്ങളുള്ളത്. ദൈവത്തിന് മുമ്പിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാ ദൗത്യവും നമുക്കറിയാം. ആ താലന്തുകളുടെ ഉപമ, 4 താലന്ത് കിട്ടിയവനും 10 താലന്ത് കിട്ടിയവനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഇരട്ടിയാക്കിയപ്പോൾ 2 പേരോടും പറഞ്ഞ ഒന്ന് തന്നെയാണ്: ഗുണവാനും വിശ്വസ്തനുമായ ഭൃത്യ, നീ എൻ്റെ സമ്മാനത്തിലേക്ക് പ്രവേശിക്കുക. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ അനുസരിച്ചുള്ള നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നത് എല്ലാവർക്കും ഒരു സമ്മാനം തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹത്തിൽ വ്യത്യസ്തതകളുണ്ട്.
ആ ആ കഴിവുകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഓരോരുത്തരും അവന് ദൈവം തന്നിരിക്കുന്ന താലന്തനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, ഒരു കർഷകനായതുകൊണ്ടോ അല്ലെങ്കിൽ അധ്യാപകനായതുകൊണ്ടോ ഡോക്ടറായതുകൊണ്ടോ എഞ്ചിനീയർ ആയതുകൊണ്ടോ എവിടെയും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ദൈവമഹത്വത്തിനായി പൂർത്തിയാക്കിയാലാണ് നമുക്ക് ദൈവത്തിൻ്റെ സമ്മാനം ലഭിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മാനസാന്തരാനുഭവം ഇതാണ്. നമ്മളൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. മക്കളെ സ്നേഹിക്കുന്നുണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നുണ്ട്, പലതും ഉണ്ട്. പക്ഷേ ഇത് ദൈവമഹത്വത്തിനായി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 17:4 ഈശോ അവസാന പ്രാർത്ഥനയിൽ, മഹാപുരോഹിത പ്രാർത്ഥന എന്നൊക്കെയാണ് അതിനെ പറയുന്നത്, ആ പ്രാർത്ഥനയിൽ ഈശോ പിതാവിനോട് പറയുന്നുണ്ട്, പിതാവേ, ഭൂമിയിൽ അങ്ങനെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അതിനാൽ സ്വർഗത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാണോ, അതേ ലോകത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണോ? ഞാൻ ഇപ്പം മദർ തെരേസ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ജോലി ചെയ്തു, പക്ഷെ അമ്മയ്ക്ക് നൊബേൽ സമ്മാനവും വിശുദ്ധ പദവിയും എല്ലാം കിട്ടുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ ചിലപ്പോൾ ലോകം നൽകിയെന്ന് വരാം. പക്ഷെ ലോകത്ത് കുരിശുകളും നിന്ദനങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കർമ്മ മേഖലകളെക്കുറിച്ച് ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നാം ദൈവമഹത്വത്തിനായി പ്രവർത്തിക്കുന്നവരാകുമ്പോഴാണ്. ഞാനൊരു പക്ഷേ ഓഫീസിലെ പ്യൂണായിരിക്കും, അവിടുത്തെ ചീഫ് ഒത്തിരി കഴിവുള്ള മിടുക്കനായിരിക്കും, പക്ഷെ പ്യൂൺ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ദൈവമഹത്വത്തിനായി പൂർത്തിയാക്കുമ്പോൾ, സ്നേഹത്തോടെ പൂർത്തിയാക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷേ യജമാനേക്കാൾ മുമ്പ് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നത് ഞാനായിരിക്കും നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സ്പർശനം, ആരും വിശ്വസിക്കാത്തൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒരു ആത്മശോധന ചെയ്യണം. ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ദൈവമഹത്വത്തിനായി പൂർത്തിയാക്കുന്നുണ്ടോ? ദൈവമഹത്വത്തിനായി പൂർത്തിയാക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത രീതികൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. പാപത്തിൻ്റെ വഴികൾ നമുക്ക് സ്വീകരിക്കാനാവുകയില്ല. ലോകത്തിൻ്റെ എല്ലാ വഴികളും നമുക്ക് സ്വീകരിക്കാനാവുകയില്ല. ദൈവത്തിന് പ്രീതികരമല്ലാത്ത ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കർത്താവേ, എന്നെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരവേല എന്ന് പറയുമ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. ജഡത്തിൻ്റെ എല്ലാ പ്രവണതകളും നമുക്കുണ്ടെന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം. ആ പ്രവണതകളെ നിഹനിക്കാൻ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഈ ആത്മാവിൻ്റെ ശക്തി നമ്മൾ അനുദിനം വർദ്ധിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയാൻ നമ്മൾ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തന്നിരിക്കുന്ന സംവിധാനങ്ങൾ, പ്രാർത്ഥനകൾ, ഉപവാസം, പരിത്യാഗ പ്രവൃത്തികൾ, ഇതിലെല്ലാം നമ്മൾ വ്യാപൃതരാകുമ്പോൾ, വിശുദ്ധ കുർബാന അർപ്പണം, ജപമാല പ്രാർത്ഥന, ഇതിലെല്ലാം നമ്മൾ വ്യാപൃതരാകുമ്പോൾ, മനസ്സർപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരും. ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൻ്റെ പ്രവണതകൾ കൊണ്ട് നമുക്ക് നിയന്ത്രിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കും. അതാണ് ഇത്തരത്തിലുള്ള കൂടിവരവുകളിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളിലൂടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇനി അവസാനമായി ആ നിർവചനത്തിൽ ഒരു നിർവചനം കൂടി, ഒരു വാക്യം കൂടിയുണ്ട്. നീ ദൈവത്തിൻ്റെ കരവേലയാണ്, ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. നിന്റെ ദൗത്യം എന്തായാലും അത് പൂർത്തിയാക്കാനുള്ള, അത് നിറവേറ്റാനുള്ള ശക്തി നിനക്ക് യേശു ക്രിസ്തു തരും. ഈ ബോധ്യം നമുക്ക് നിശ്ചയമായും ഉണ്ടാകുമ്പോൾ, ഈ അറിവ് ഒരു ബോധ്യമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുകയില്ല, നമ്മൾ തളരുകയില്ല, നമ്മൾ നിരാശപ്പെടുകയില്ല. യേശുവിൽ ആശ്രയിക്കാനുള്ള ഒരു ബോധ്യം, യേശുവുമായുള്ള ഒരു ബന്ധത്തിലേക്കുള്ളൊരു ബോധ്യം ഇത് നമുക്ക് കിട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2016 മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ശതാബ്ദി ആരംഭിക്കുകയാണ്. മെയ് 13, 1917 മെയ് 13 അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഫാത്തിമയിൽ മെയ് മുതൽ ഒക്ടോബർ വരെ 6 തവണ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ ലോകത്തോട് വളരെ ഗൗരവതരമായ ചില സന്ദേശങ്ങൾ പറഞ്ഞു. അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളിലൂടെ അമ്മ പുതിയ സുവിശേഷമൊന്നും പഠിപ്പിക്കുന്നില്ല. യേശുവിലേക്ക് മടങ്ങാൻ, യേശുവിൻ്റെ ശക്തി അനുഭവിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കാൻ നാം എന്തു ചെയ്യണം എന്നതാണ് അവിടെ അമ്മ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശതാബ്ദി വർഷത്തിൽ അമ്മയെ ഫാത്തിമയിൽ നൽകിയ സന്ദേശങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാനും നമുക്ക് സാധ്യമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
ഫാത്തിമായിലെ ഒന്നാമത്തെ പ്രത്യക്ഷപ്പെടൽ നടക്കുന്നത് 1917 മെയ് മാസം 13-ാം തീയതിയാണ്. 3 കുട്ടികൾക്കാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ലൂസി എന്ന് പറയുന്ന 10 വയസ്സുകാരി, ഫ്രാൻസിസ് എന്ന് പറയുന്ന 9 വയസ്സുകാരൻ, ജസീന്ത എന്ന് പറയുന്ന 8 വയസ്സുകാരി. ഈ 3 മക്കൾ, ജസീന്തയ്ക്ക് 7 വയസ്സ്. ആദ്യത്തെ ദിവസം ഇവര് കോവാതിരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ആട് മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു സ്വർഗീയ സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ആ കുഞ്ഞുങ്ങൾ ആദ്യം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് അങ്ങ് വരുന്നത്? ഭവതി എവിടെ നിന്നാണ് വരുന്നത്? അമ്മ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. ആ കുഞ്ഞുങ്ങൾ ആദ്യം ചോദിച്ചു, ഞങ്ങളെ കൂടി സ്വർഗത്തിൽ കൊണ്ടുപോകാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും ചോദിക്കുന്നത് കൂടെ നമുക്ക് ദൈവത്തോട് ചോദിക്കാമോ, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? അങ്ങനെ ആഗ്രഹമുള്ള ഒരു കൈ ഉയർത്താൻ പറഞ്ഞാൽ എല്ലാവരും കൈ ഉയർത്തുമെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? അമ്മ പറഞ്ഞു കൊണ്ടുപോകും. ലൂസിയോട് പറഞ്ഞു കൊണ്ടുപോകും, ജസീന്തയോട് പറഞ്ഞു കൊണ്ടുപോകും, ഫ്രാൻസിസിനോടും പറഞ്ഞു കൊണ്ടുപോകും. എന്നിട്ട് അമ്മ പറഞ്ഞു, നിങ്ങൾ ധാരാളം കൊന്ത ചെല്ലണം, ജപമാല പ്രാർത്ഥിക്കണം സ്വർഗത്തിൽ പോകാൻ. അമ്മ പറഞ്ഞു, മെയ് 13 അമ്മ പറയാണ്, നിങ്ങൾ ധാരാളം ജപമാല പ്രാർത്ഥിക്കണം. നമ്മളെല്ലാം ജപമാല ചൊല്ലുന്നവരാണ്. ജപമാല പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ പതനത്തിൻ്റെ കഥയും രക്ഷയുടെ കഥയും നമ്മൾ പഠിക്കണം. ദൈവം മനുഷ്യനെ പർദീസയിൽ ആക്കിയത് എല്ലാ നന്മകളും കൊടുത്തുകൊണ്ടാണ്. തേനും പാലും ഒഴുകുന്ന ഒരു രാജ്യം, തേനും പാലും ഒഴുകുന്ന ഒരു ഇടമായിരുന്നു പർദീസ എന്ന് നമുക്കറിയാം. വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാണ് അവിടെ മുള്ളും മുൾച്ചെടികളും ഉണ്ടായത്? മനുഷ്യൻ സാത്താൻ്റെ പ്രേരണയ്ക്ക്, ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ അവിടെ മുള്ളും മുൾച്ചെടികളും ഉണ്ടായി. ആ സംഭവം വളരെ ഹൃദയസ്പൃക്കായി ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പതിവ് പോലെ ദൈവം മനുഷ്യനെ തേടി വന്നു. ആദം ദൈവത്തിൻ്റെ കണ്ണുകളിൽ പെടാതെ ഒളിച്ചിരുന്നു. അപ്പോൾ ദൈവം ചോദിച്ചു, ആദം നീ എവിടെ? ആദം പറഞ്ഞു, ഞാൻ നഗ്നനായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ചോദ്യം, മറുചോദ്യം വളരെ ഹൃദയസ്പർശിയാണ്. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നു അല്ലേ? എന്തുകൊണ്ട് നീ നഗ്നനാണ്? എനിക്ക് ആരുമില്ല എന്ന് നിനക്ക് തോന്നി. ദൈവവുമായുള്ള ബന്ധം നീ തകർത്തതുകൊണ്ട്, സാത്താനുമായുള്ള ബന്ധത്തിലായതുകൊണ്ട് എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത നിനക്കുണ്ടായി എന്ന് ദൈവം പറയുകയാണ്. അന്ന് മുതൽ ഇവൻ ആരെങ്കിലുമുണ്ട് എന്നുള്ള ബന്ധത്തിലേക്ക് ഇവനെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം നടത്തുന്ന ശ്രമമാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം വായിക്കുന്നത്. ഈ ശ്രമത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ രക്ഷാകര സംഭവങ്ങളെ 20 രഹസ്യങ്ങളായി തിരിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ജപമാല പ്രാർത്ഥന വിശുദ്ധരായ എത്രയോ വ്യക്തികളെ സഭയ്ക്ക് സമ്മാനിച്ച ഒരു വലിയ നിധിയാണ് ജപമാല പ്രാർത്ഥന. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല എന്നൊരു അപ്പസ്തോലിക ലേഖനം എഴുതിയിട്ടുണ്ട്. ആ അപ്പസ്തോലിക ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന വളരെ ആശ്വാസപ്രദമായ ഒരു വെളിപ്പാടുണ്ട്. നിങ്ങൾ ഓരോ ദിവ്യരഹസ്യവും ധ്യാനിക്കുമ്പോൾ ആ ദിവ്യരഹസ്യത്തിൽ നിന്ന് രക്ഷാകര ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കും, നിങ്ങളുടെ നിയോഗങ്ങളിലേക്ക് പ്രവഹിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഓരോ രഹസ്യവും ധ്യാനിക്കുമ്പോൾ, മംഗലവാർത്ത മുതൽ മറിയത്തിൻ്റെ കിരീടധാരണം വരെ, അതായത് കിരീടം ധരിപ്പിക്കാൻ വരുന്ന യേശുവിനെക്കുറിച്ചുള്ള 2ാം വരവിനെക്കുറിച്ചുള്ള ആ രഹസ്യം വരെ ധ്യാനിക്കുമ്പോൾ ആ രഹസ്യത്തിൽ നിന്ന് ഒരു രക്ഷാകര ശക്തി നമ്മിലേക്ക് പ്രവഹിക്കും. ആ രക്ഷാകര ശക്തി നമ്മിൽ അത്ഭുതങ്ങളും മാറ്റങ്ങളും സംഭവിപ്പിക്കുമെന്ന് വിശുദ്ധ ജോൺ പോൾ പാപ്പ നമ്മളെ ഉപദേശിക്കുന്നു. ആ ജോൺ പോൾ പാപ്പ എന്നിട്ട് ആ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ 5ാമത്തെ ഖണ്ഡികയെ പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ എന്തുമാത്രം ആകുലതകളാണ് ഞാൻ ജപമാലയിൽ സമർപ്പിച്ചത്, എല്ലാറ്റിനും എൻ്റെ അമ്മ പരിഹാരമുണ്ടാക്കി തന്നു. അപ്പോൾ ജപമാല പ്രാർത്ഥന സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹമാണ്. മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു ധ്യാനവും പ്രാർത്ഥനയുമാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടിരിക്കുന്ന രക്ഷാകര ശക്തി നമ്മിലേക്കും നമ്മുടെ നിയോഗങ്ങളിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും പ്രസരിക്കും. ഇതാണ് ജപമാലയെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട 1ാമത്തെ ഒരു തിരിച്ചറിവ്. കൊന്ത. 2ാമത് പറഞ്ഞത്, ജോൺ പോൾ പാപ്പ പറഞ്ഞത്, പരിശുദ്ധ കന്യകാമറിയം ചൊല്ലിയ ജപമാല എന്ന ശീർഷകത്തോടെ അദ്ദേഹം അവിടെ ഒരു കാര്യം വിവരിക്കുന്നുണ്ട്. എങ്ങനെ ജപമാല ധ്യാനിക്കണം? പരിശുദ്ധ അമ്മ ജപമാല ധ്യാനിച്ചതുപോലെ ധ്യാനിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്.
പരിശുദ്ധ അമ്മ 12-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ഉണ്ടായ ജപമാല പ്രാർത്ഥന ചൊല്ലിയോ എന്നൊക്കെ ചോദിച്ചാൽ പാപ്പായുടെ വിശദീകരണം കേൾക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മ ഈശോയുടെ മരണത്തിന് ശേഷം ഏതമ്മയെയും പോലെ ഈശോയുടെ ജീവിതകാലത്തെ സംഭവങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തുകൊണ്ടിരുന്നു. നമുക്കറിയാം, അകലെയുള്ള ഒരു മകൻ്റെ കാര്യം ഒരമ്മയുടെ അടുത്ത് ചെന്നാൽ ആ അമ്മ എപ്പോഴും നമ്മളോട് പറയും, മകൻ അത് ചെയ്തു, ഇത് ചെയ്തു. അതൊക്കെ പറയുമ്പോൾ അമ്മ അതിൽ പങ്കാളിത്തം വഹിക്കുന്നത് പോലെ ഒരു അനുഭവമാണ്. ഞാൻ ഓർക്കുന്നു, ഒരമ്മ ഒരു ദിവസം വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ വെറുതെ ഇരുന്ന് ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പം അമ്മ പറഞ്ഞതാണ്, അമ്മയുടെ ഒരു മകൻ്റെ കഥയാണ് പറഞ്ഞത്. 2 മക്കളാണ് അമ്മയ്ക്കുള്ളത്. രണ്ടാമത്തെ ഒരു ദിവസം മൂത്ത മകൻ്റെ ഷൂസ്, അവർ നഴ്സറി സ്കൂളിലോ പഠിക്കുന്ന കാലത്താണ്, മൂത്ത മകൻ്റെ ഷൂസ് കേടായിപ്പോയി. അവന് പുതിയ ഷൂസ് മേടിച്ചപ്പോൾ അനിയൻ ചോദിച്ചു, എനിക്ക് പുതിയ ഷൂസ് വേണം. അമ്മ പറഞ്ഞു, അതിന് നിൻ്റെ ഷൂസിന് തകരാറൊന്നുമില്ലല്ലോ. അപ്പോൾ അവൻ ചോദിച്ചു, തകരാറായാൽ അല്ലെങ്കിൽ കേടുപറ്റിയാൽ മേടിച്ചു തരുമോ? മേടിച്ചു തരും. അന്ന് വൈകിട്ട് വന്നപ്പോൾ അവൻ്റെ ഷൂസിന് തകരാറായി. അവനത് തകർത്തോണ്ടാണ് വന്നത്. അതോർത്താണ് അമ്മ ഇരുന്ന് ചിരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഒരമ്മ അനുഭവം. ഇതുപോലെ ഈശോയുടെ ജീവിത രഹസ്യങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കാനാണ് പാപ്പ നമ്മളെ ഉപദേശിക്കുന്നത്. അത് സാധിക്കണമെങ്കിൽ അമ്മ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോയെ സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് ഈശോയോട് തന്നെ പ്രാർത്ഥിക്കണം. എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. സ്വർഗത്തിൻ്റെ ഏത് അനുഗ്രഹം കിട്ടണമെങ്കിലും ഒന്നാമത് നമുക്കുണ്ടാകേണ്ടത് നമുക്ക് അനുഗ്രഹം കിട്ടും എന്നുള്ളൊരാഗ്രഹം, ഒരു വിശ്വാസമാണ്. അത് കിട്ടാൻ വേണ്ടിയുള്ളൊരാഗ്രഹമാണ്. ദൈവം നമുക്ക് തരുമെന്നുള്ളൊരു ബോധ്യമാണ്. ദൈവം തരുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് എന്ന തിരിച്ചറിവാണ്. ഏത് അനുഗ്രഹത്തെ സംബന്ധിച്ച് ഇതാണ് സ്ഥിതി. ദൈവത്തിന് അനുഗ്രഹം തരാൻ സാധിക്കും. ദൈവം എനിക്കത് തരും. ദൈവം എനിക്കത് തരുന്നത് എൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. പലപ്പോഴും എന്താ, പിശാച് നമ്മളോട് പറയും, നീ ഒരു പാപിയാണ്, നീ അത് ചെയ്തവനാണ്, ഇത് ചെയ്തവനാണ്, അതുകൊണ്ട് നിനക്ക് യോഗ്യതയില്ല. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നു, ദൈവം കരുണ കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ്. പിന്നെ കരുണ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ ഒന്നുണ്ട്, നമ്മൾ ചോദിക്കണം ദൈവത്തോട്, ദൈവം എനിക്കത് തരണേ. പിന്നെ ഒരു കാര്യം നമ്മുടെ ഭാഗത്ത് ചെയ്യാനുണ്ട്. ദൈവം എന്നിലേക്ക് വർഷിക്കുന്ന കരുണ സ്വീകരിക്കുന്നതിന് എന്നിലുള്ള തടസ്സങ്ങൾ നാം നീക്കിക്കളയണം. എന്നിലുള്ള വിദ്വേഷം, പക, വാശി, അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള പ്രവണതകൾ, ഇതൊക്കെ നീക്കിക്കളയാൻ നമുക്ക് സാധിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. അവസാനമായി ഈ കൃപ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് സാക്ഷ്യം കൊടുക്കണം. ഇത് ദൈവം ചെയ്തതാണ്, അതൊരു സുവിശേഷ പ്രവർത്തനമാണ്. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് മറിയത്തെ പോലെ ഈശോയുടെ ജീവിത രഹസ്യങ്ങൾ ധ്യാനിക്കുന്നതാണ്. പിന്നെ ജപമാല പ്രാർത്ഥനയുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മളതിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങൾക്കറിയാം, 9 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നിന്റെ നാമം പൂജിതമാകണം, നിന്റെ രാജ്യം വരണം, നിന്റെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം, അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണം. ഈ 9 കാര്യങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അതുപോലെ ഈശോ ലോകത്തിലേക്ക് വന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മാലാഹയാണ് ആ വചനം പറഞ്ഞത്. ആ വചനം മറിയം വിശ്വാസത്തോടെ സ്വീകരിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയായത്, നിറവേറിയത്. വീണ്ടും നീ സ്ത്രീകളുടെ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതയാണ്. മറിയവും മാലാഹയും മാത്രം അറിഞ്ഞ ഒരു രഹസ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്, നീ ഗർഭം ധരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ ഏറ്റേറ്റു പറയുമ്പോൾ ആ യേശു അനുഭവം, ചരിത്രത്തിലേക്ക് വന്ന ദൈവ അനുഭവം നമ്മുടെ നിയോഗങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ പ്രാർത്ഥന എന്താ? പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ. ദൈവത്തിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താ? തമ്പുരാൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താ? തമ്പുരാനെ നൽകുന്നവളെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി, അതിനുള്ള യോഗ്യതയില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ ജീവിതത്തെ മുഴുവൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായി ഏറ്റവും മഹനീയമായി നടന്ന പ്രാർത്ഥനയാണ് ഈ നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന. മൂന്നാമത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ത്രിത്വസ്തുതിയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചിട്ടപ്പെടുത്തലും ക്രമീകരണവും യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അനുഭവവുമാണ് ജപമാല പ്രാർത്ഥന. ജപമാല പ്രാർത്ഥിക്കണം ലോകത്തിൻ്റെ അപ്പോൾ സാത്താൻ്റെ ആധിപത്യം തകരും,
പിശാചിന്റെ ആധിപത്യം തകരും, പരിശുദ്ധാത്മാവിൻ്റെ ഭരണം ഈ പ്രപഞ്ചത്തിലാകും, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. ഇതാണ് ജപമാല പ്രാർത്ഥനയിലൂടെ അമ്മ ആഗ്രഹിക്കുന്നത്. ജപമാല പ്രാർത്ഥന ഒരു മരിയൻ മാതാവിനെ കുറിച്ചുള്ള ഒരു പ്രാർത്ഥന എന്നതിനേക്കാൾ ഒരു ഈശോ പ്രാർത്ഥനയാണ്. ക്രിസ്റ്റോസെൻട്രിക് പ്രെയർ എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെ വിളിക്കുന്നത്. അപ്പം അമ്മ കുട്ടികളോട് ചോദിക്കുന്ന ഇതാണ്: ഞങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ജപമാല ചൊല്ലണം. രണ്ടാമത് അമ്മ പറയുകയാണ്, ലോകവിശ്വത്തിൻ്റെ സമാധാനത്തിനും കുടുംബങ്ങളുടെ സമാധാനത്തിനും വേണ്ടി നിങ്ങൾ ജപമാല പ്രാർത്ഥിക്കണം. ഈ രാത്രിയിൽ അമ്മ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് ലോകത്ത് അസ്വസ്ഥതകളുണ്ട്, പലതരത്തിലുള്ള തകർച്ചകളുണ്ട്. ജപമാലയിൽ ആശ്രയിക്കാൻ അമ്മ പറയുന്നു. ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന് പറയുന്ന ഒരു അച്ഛൻ, മാതാവിൻ്റെ വെളിപാടുകൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു അച്ഛനാണ്. അദ്ദേഹം അമേരിക്ക ചെന്നപ്പോൾ അമേരിക്കയിലെ അമ്മമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിവാഹം കഴിക്കാതെ ഗർഭം ധരിക്കുന്ന ഞങ്ങളുടെ പെൺമക്കളും 14 വയസ്സാകുമ്പോൾ തോക്കുമെടുത്ത് ആരെയും വെടിവെക്കുന്ന ഞങ്ങളുടെ ആൺകുട്ടികളുമാണ്. എങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും? അച്ഛൻ മാതാവിൻ്റെ സന്ദേശം സ്വീകരിച്ച് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ജപമാല കൊണ്ട് പൊതിയുക. യേശു രഹസ്യങ്ങളുടെ ശക്തി കൊണ്ട് അവരെ പൊതിയുക. അവരുടെ ജീവിതത്തിൽ നിന്ന് അന്ധകാരത്തിൻ്റെ ശക്തികൾ ഇല്ലാതാകും. ഈശോ ലോകത്തിലേക്ക് വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണെന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ദൈവം നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഫാത്തിമയുടെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ഈ മാസത്തിൽ ഒന്നിച്ചിരുന്ന് ഈശോയുടെ ദൈവവചനം കേൾക്കാൻ, അമ്മയിലൂടെ ലോകത്തിന് നൽകിയ ആ വചനത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പിന്നീട് ജൂൺ മാസത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പിള്ളേരോട് പറഞ്ഞത്, അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം തേടുക. അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം തേടുക. അമ്മ അതിന് ഒരു ഉദാഹരണം തന്നത്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡോസ് തന്നത് റഷ്യയാണ്. കമ്മ്യൂണിസം, നിങ്ങൾക്കറിയാം, സ്റ്റാലിൻ 15 ലക്ഷം കത്തോലിക്കരെയാണ് വധിച്ചത്. ലെനിൻ കൊന്നത് 30,000 കത്തോലിക്കരെയാണ്. റഷ്യയെ, അതായത് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെ, ദൈവനിഷേധ പ്രസ്ഥാനങ്ങളെ അമ്മയുടെ ജപമാല വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ജപമാല പ്രാർത്ഥിക്കുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ കാലത്ത് 1984 മാർച്ച് മാസം 25-ാം തീയതി മാർപ്പാപ്പ വത്തിക്കാനിൽ വെച്ചും മാർപ്പാപ്പയുടെ പ്രതിനിധികൾ മോസ്കോയിലെത്തിയും ലോകത്തിലെ മെത്രാന്മാർ അവരുടെ കത്തീഡ്രലുകളിലും റഷ്യയെ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. റഷ്യയിൽ പിന്നീട് ഉണ്ടായതെല്ലാം ചരിത്ര സംഭവങ്ങളാണ്. കമ്മ്യൂണിസം വഴിമാറി ദൈവവിശ്വാസം, മതസ്വാതന്ത്ര്യം അവിടെ അനുവദിച്ചു. ഒരു ഭരണകൂടം അവിടെ നിലവിൽ വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മ പറയുന്നു, കുടുംബ സമാധാനത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ജപമാല പ്രാർത്ഥിക്കുക. ഈ ഫാത്തിമ വർഷത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, ഒരു ജപമാലയെങ്കിലും ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ലോകത്തെ ഇന്നത്തേതിനേക്കാൾ എത്രയോ ഇരട്ടി നല്ലതാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും. യേശുവിൻ്റെ വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. പലയിടത്തും എല്ലാ മാസവും 13-ാം തീയതി കൂടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകൾ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ രൂപം കണ്ടിട്ടുണ്ട്. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. നമ്മൾ ഇന്ന് ISS ഭീകരർ, അതുപോലെ ഭൗതികതയുടെ അതിപ്രസരം, ഇങ്ങനെ സഭയെ ആകുലപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ക്രൈസ്തവജത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളുടെ മുമ്പിലാണ്. ഒരുപക്ഷെ ഭീകരവാദികളെക്കാൾ, തീവ്രവാദികളെക്കാൾ ഭൗതികതയാണ് നമ്മെ അസ്വസ്ഥപ്പെടുന്നത്. പാപത്തെക്കുറിച്ച് പറയുന്നത് തെറ്റാണ്, ഭയപ്പെടുത്തുന്ന ഒന്നും പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ക്രൈസ്തവ രാജ്യം എന്ന് പറയുന്ന യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളെ ഈ സ്ഥിതിയിലാക്കിയിരിക്കുന്നത്. നരകത്തെക്കുറിച്ച് പറഞ്ഞ കുഴപ്പം, സ്വവർഗഭോഗത്തിനെതിരായി സംസാരിച്ച തെറ്റ്, ഇതിനൊക്കെ പോലീസ് നടപടിയെടുക്കുന്ന, സർക്കാർ നടപടിയെടുക്കുന്ന ഒരു അവസ്ഥ വന്നു. എല്ലാ പാപവും ചെയ്യാനുള്ള ഒരു തിന്മയുടെ പരിസ്ഥിതി അവിടെയൊക്കെ രൂപം കൊണ്ടുവന്നാണ് അവിടെയൊക്കെ പോയി വന്നിട്ടുള്ളവർ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലും ആ പരിസ്ഥിതി രൂപം കൊള്ളുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല ഉയർത്തി യേശുവിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കാൻ നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കുന്ന മതപീഡനങ്ങളെക്കാൾ സഭയെ നശിപ്പിക്കുന്നത് ഈ ഭൗതികതയുടെ, സുഖലോലുപതയുടെ അന്തരീക്ഷമാണ് നമ്മൾ തിരിച്ചറിയുക. അതിന് പറ്റിയ ദൈവശാസ്ത്രവും അതിന് പറ്റിയ വചനശാസ്ത്രവും ഒക്കെ മെനഞ്ഞെടുക്കുന്നവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ജൂലൈ 13-ാം തീയതി അമ്മ കാണിച്ചത് നരകദർശനമാണ്. ഈ ആദ്യത്തെ 2 ദർശനങ്ങളിലും അമ്മ കൈ ഉയർത്തി ആശീർവദിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ അവരെ കാണുകയും ഒത്തിരി സന്തോഷം അനുഭവിക്കുകയും ചെയ്തെങ്കിൽ, ജൂലൈ 17-ാം തീയതിയിലെ ദർശനത്തിൽ, 13-ാം തീയതിയിലെ ദർശനത്തിൽ അവർ കാണുന്നത് നരകമാണ്. മഞ്ഞലോഹം പോലെ
ജ്വലിക്കുന്ന നിരവധി ആത്മാക്കൾ. നരകമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അമ്മ കാണിച്ചു കൊടുത്തു. ജസീന്ത എന്ന് പറയുന്ന വാഴ്ത്തപ്പെട്ട ജസീന്ത 2000 മെയ് 13 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജസീന്തയെയും ഫ്രാൻസിസിനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ജസീന്ത പിന്നീട് വളരെ മൗനിയായി പോയി എന്നാണ് ലൂസി എഴുതിയിരിക്കുന്നത്. നരകത്തെക്കുറിച്ച് എന്തേ ലോകത്തെങ്ങും നിങ്ങൾ പ്രസരിക്കുന്നില്ല, നശിച്ചു പോകുന്ന ആത്മാക്കൾ. അന്നാണ് അമ്മ, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകം അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന പ്രാർത്ഥന ലോകത്തെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകം ഒരു യാഥാർത്ഥ്യമാണ്. നിത്യനാശം എന്നൊന്നുണ്ട്. ആ നിത്യനാശത്തിൽ പെടാതിരിക്കാൻ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഇത്തരം കൂട്ടായ്മകളിലൂടെ അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. രോഗശാന്തിയും അത്ഭുതങ്ങളും കുടുംബ തകർച്ചകളിൽ നിന്നുള്ള സൗഖ്യവും മക്കളുടെ വിവാഹ തടസ്സം മാറുന്നതും എല്ലാം ഞാനാണ് കർത്താവ്, എൻ്റെ പക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന തിരുവചനത്തിനുള്ള ഒരു ആഹ്വാനമാണ്. അത് മനസ്സിലാക്കി നമുക്ക് കർത്താവിലേക്ക് മടങ്ങാൻ ശ്രമിക്കാം. പിന്നീട് ഓഗസ്റ്റ് മാസം ഈ കുഞ്ഞുങ്ങളെ ജയിലിലാക്കി. ആദ്യം അമ്മ പറഞ്ഞു, ഈശോ ആദ്യത്തെ ദിവസം തന്നെ അമ്മ ചോദിച്ചു, ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? നിങ്ങൾക്ക് ദൈവം അയക്കുന്ന കുരിശുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം ഇതാണ്. ദൈവം അയക്കുന്ന കുരിശുകളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? അവർ പറഞ്ഞു സ്വീകരിക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു, പേടിക്കണ്ട, ദൈവം നിങ്ങൾക്ക് ശക്തിയും സാന്ത്വനവും തരും. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കുരിശുകൾ സ്വീകരിക്കുന്നവർക്ക് കുരിശ് നേരിടാനുള്ള ശക്തിയും സാന്ത്വനവും ദൈവം തരും. കാൽവരിയിലേക്കുള്ള പുത്രൻ്റെ യാത്ര അതാണ്. ഗെത്സമനയിൽ വെച്ച് അവൻ പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ. പക്ഷേ ദൈവം മാലാഖ അയച്ചു, ശക്തിപ്പെടുത്തി. പിന്നീട് കുരിശിൻ്റെ വഴിയിൽ അവൻ വീണപ്പോൾ അമ്മ ഓടിയെത്തി. അവനെ കുരിശ് വഹിക്കാൻ ശമയോനെത്തി. അവൻ്റെ മുഖം തടയ്ക്കാൻ വെറോനിക്ക എത്തി. അവനെ കണ്ട് വിലപിക്കാൻ സ്ത്രീകളുണ്ടായിരുന്നു. അവരോട് ഈശോ പറഞ്ഞത് ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കാനും പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ സന്നദ്ധരാകണം, പ്രത്യേകിച്ചും ജപമാല പ്രാർത്ഥിക്കാൻ. പിന്നീട് അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായി. 6 മാസം നീണ്ടു നിന്ന പ്രത്യക്ഷപ്പെടലുകളാണെങ്കിലും ഫ്രാൻസിസും ജസീന്തയും 2 വർഷത്തിനകം, ഫ്രാൻസിസ് 1919 ജസീന്ത 1920 മരിച്ചു. ലൂസി 2005 വരെ ജീവിച്ചു. പക്ഷെ നാട് വിടേണ്ടി വന്നു. ഫാത്തിമയിൽ ചെല്ലാൻ അവൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. ആരോടും സംസാരിക്കുന്നത് സഭ വിലക്കി. ഇത്രയൊക്കെ ത്യാഗങ്ങളും വേദനകളും സഹിച്ചാണ് ഫാത്തിമ സന്ദേശം. ഫാത്തിമയിൽ അമ്മ 3 രഹസ്യങ്ങൾ നൽകിയതിനെക്കുറിച്ച് നമുക്കറിയാം. 3ാമത്തെ രഹസ്യം സഭ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ 1ാമത്തെ രഹസ്യം എന്താ? 1ാമത്തെ രഹസ്യം നഗരത്തിൻ്റെ ദർശനമാണ്. 2ാമത്തെ ദർശനം അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. നമുക്ക് ഏതെല്ലാം മേഖലയിൽ സാത്താൻ്റെ ഭരണം അവസാനിപ്പിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ മേഖലകളെയെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. അവിടെ സാത്താന് പ്രവേശനമില്ല. അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നവരിൽ നിന്ന് സാത്താൻ പലായനം ചെയ്യുകയും ചെയ്യും. 3ാമതാണ് സഭയ്ക്ക് വരുന്ന പീഡനങ്ങൾ. അത് ആണ് ഇപ്പോൾ സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലൂസിക്കും ഫ്രാൻസിസിനും ഒക്കെ കിട്ടിയ സന്ദേശത്തിൽ മാർപ്പാപ്പ വെടിയേറ്റ് മരിക്കുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. പക്ഷേ ആ മാർപ്പാപ്പ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ഫാത്തിമ മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയാം. 1981 മെയ് മാസം 13-ാം തീയതിയാണ് മാർപ്പാപ്പ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഫാത്തിമയുടെ വാർഷിക ദിനത്തിലാണ് ഈ അത്ഭുതം നടന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ ദിവസം അമ്മ പറഞ്ഞു, ലോകം മുഴുവൻ വിശ്വസിക്കാൻ ഒരടയാളം ഞാൻ തരാം. അന്നാണ് 13 മിനിറ്റ് ദീർഘിക്കുന്ന സൂര്യനൃത്തം നടന്നത്. അമ്മ കടന്നുപോയി കഴിഞ്ഞപ്പോഴേക്കും സ്വർഗത്തിൽ നിന്ന് സൂര്യൻ അന്തരീക്ഷത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നത് പോലെ അനുഭവം ഉണ്ടായി. 13 മിനിറ്റ് സൂര്യൻ ചുറ്റി. മാതാവ് പറഞ്ഞത് ആ ദർശനങ്ങൾ സ്വർഗത്തിൻ്റെ ഇടപെടലാണെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ 70,000 പേരാണ് അത് കണ്ടത്. അമ്മ പറഞ്ഞു, ലോകത്തെ രക്ഷിക്കാൻ ആദ്യ ശനിയാഴ്ച ഭക്തി, 5 ആദ്യ ശനിയാഴ്ച ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മയുടെ വിമല ഹൃദയത്തോട് ലോകത്ത് ചെയ്യുന്ന നിന്ദനങ്ങൾക്ക് പരിഹാരമായി കുമ്പസാരിച്ച് വിശ്വകുർബാന സ്വീകരിക്കുക. അതാണ് 5 ആദ്യ ശനിയാഴ്ച ഭക്തി. ഈ ശതാബ്ദി വർഷത്തിൽ ഇത്തരം സംഭവങ്ങൾക്കൊക്കെ, ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യാനും അതിലൂടെ ദൈവം തരുന്ന വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷമാണ് അമ്മ 1945 ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൻ്റെ സംഘർഷങ്ങളും ദുരന്തങ്ങളും ധാർമ്മിക തകർച്ചകളും ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്ന് ലോകത്തെ പഠിപ്പിച്ചത്. നിങ്ങൾ പലർക്കും അറിയുന്ന ക്രിസ്തുനാഥ പിതാവിൻ്റെ പുത്ര എന്നുള്ള പ്രാർത്ഥന അമ്മ അവിടെ പഠിപ്പിച്ചതാണ്. ക്രിസ്തുനാഥ
പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സർവ്വജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, ദുരന്തങ്ങൾ, യുദ്ധം ആദിയായവൻ സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റേക്കാം. കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച് അടഞ്ഞ കണ്ണുകൾക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാം. കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. നമ്മുടെ ആഗ്രഹങ്ങളിലേക്കെല്ലാം സ്വർഗത്തിൻ്റെ ശക്തി ഈ മണിക്കൂറിൽ ഒഴുകിയിറങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള മണിക്കൂറിൽ ഒഴുകിയിറങ്ങും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തിനാണ് കർത്താവ് അടയാളങ്ങൾ തരുന്നത്? അടയാളങ്ങൾ തരുന്നത് ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കാനല്ല, യേശുവിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല, നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. അനശ്വരമായ അപ്പത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ അനശ്വരമായ അപ്പത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ വേണ്ട രൂപാന്തരീകരണങ്ങൾ ഞാൻ വരുത്തുന്നുണ്ടോ? തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് ആത്മശോധന ചെയ്യാം. ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണെന്ന്, ഞാൻ അനന്യനാണെന്ന്, അമൂല്യനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടോ? ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മശോധന ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഏത് സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരും ഈ നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ തിരുവചനം സ്വീകരിക്കാൻ. നിങ്ങൾ വേണ്ടാത്തവനല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തും പറയട്ടെ, നിങ്ങൾ ഒരു അനാവശ്യ വസ്തു അല്ല. നിങ്ങൾ അമൂല്യനാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിങ്ങളുടെ സഹകരണത്തോടെ പൂർത്തിയാക്കാൻ ദൈവത്തിന് സാധിക്കും. അതിന് വേണ്ടതല്ലേ യേശു ക്രിസ്തു നിങ്ങൾക്ക് തരും. അതിനുള്ള മാനസാന്തരം, അതിനുള്ള അടയാളത്തിന് വേണ്ടി നമുക്ക് ചോദിക്കാം. അതിനുള്ള അടയാളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു അനുഭവം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അനുഭവം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടാൻ അമ്മ ഫാത്തിമയിൽ പഠിപ്പിച്ച ആ സന്ദേശം, ജപമാല പ്രാർത്ഥന, പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഈ ശതാബ്ദി വർഷത്തിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ വർഷം ഈ നിയോഗത്തിന് വേണ്ടി ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എൻ്റെ ആഗ്രഹത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഓരോ മാസവും നിങ്ങൾ ലോകമാനസാന്തരത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ചൊല്ലുന്ന ജപമാലയ്ക്ക് ഭൗതിക അടയാളങ്ങൾ തന്നുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് കർത്താവിൻ്റെ നാമത്തിൽ ഈ പുണ്യവേദിയിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന വചനങ്ങളാണ് എന്ന് തിരിച്ചറിയുക. ഈ ഒരു വലിയ ആഗ്രഹത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മാനസാന്തര അനുഭവം നമുക്ക് തരട്ടെ. നമുക്ക് ലഭിച്ച എല്ലാ കരുണയ്ക്കും വേണ്ടി നമുക്ക് നന്ദി പറയാം. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.